ഹിൻവു രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും ഹെയ്ൻ ഓറഞ്ച് ജ്യൂസ് ഒക്കെയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഉൻസിങ്ങും രാവിലെ അവൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കാറുള്ളതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ ഹിൻവുവും ഓർക്കുന്നു. ഞാൻ നിനക്കൊരു ചായയൊക്കെ ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ഹിൻവു ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്കതൊന്നും ആവശ്യമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവന്റെ ഡ്രസ്സിലുണ്ടായിരുന്ന ഒരു നൂലൊക്കെ ഹെയ്ൻ എടുത്തു കളയുന്നുണ്ട്. ഹെയ്ൻ തന്നെ കിസ് ചെയ്യുവാനായിട്ട് പോകുകയാണെന്നായിരുന്നു അവനും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻ അടുത്ത് നിന്നപ്പോഴത്തേക്കും ഹിനുവിന്റെ ഹൃദയമൊക്കെ വല്ലാതെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രണയം കൊണ്ടാണെന്ന് മനസ്സിലാക്കാത്ത അവനും അത് പേടികൊണ്ടായിരുന്നു എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. ഹെർസൈനയുടെ ബ്രാൻഡിന്റെ ലിമിറ്റഡ് എഡിഷൻ ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഹെയ്ൻ എത്തിയിരിക്കുന്നത്. ആ ഒരു ഡ്രസ്സ് ആകെ 2 പേർക്ക് മാത്രമേ ഉള്ളൂ. ഒന്നാകട്ടെ ഹെർമാന്റെ വൈഫിനാണ്, മറ്റൊന്ന് അവൾക്കും. ഹെർമാനെ ഇംപ്രസ് ചെയ്യിക്കുവാനായിട്ടായിരുന്നു അവൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നതെങ്കിലും ആ ഒരു ഡ്രസ്സിലൊക്കെ അവളെ കാണുമ്പോഴത്തേക്കും ഹ്യുൻവൂനും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. തനിക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ അവൻ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. പിന്നീട് അവന്റെ ഡ്രസ്സൊക്കെ കാണുവാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനും സന്തോഷം കൊണ്ടൊന്നും തുള്ളിച്ചാടിയൊക്കെയാണ് പോകുന്നത്. ഹ്യുൻവും ഓഫീസിൽ ഇരുന്ന് മൂളിപ്പാട്ടൊക്കെ പാടിയതിനു ശേഷം അവൾ എന്നെ ഒന്ന് പുകഴ്ത്തിയതിന് ഞാൻ എന്തിനാണ് ഇത്രയ്ക്ക് ഓവറായിട്ടൊക്കെ സീൻ ഉണ്ടാക്കുന്നതെന്ന് സ്വയം ആലോചിച്ചു നോക്കുന്നു. പിന്നീട് വെളിയിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് ഹെയ്നും ഒരു മീറ്റിംഗ് ഒക്കെ പങ്കെടുക്കുന്നത് അവൻ ശ്രദ്ധിക്കുകയാണ്. ഹെയ്നും മീറ്റിംഗിൽ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട് എന്നൊക്കെ അവനും സ്വയം ഓർക്കുന്നു. അവളും ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഇവളുടെ ഈ ഒരു ദേഷ്യമൊക്കെ കണ്ടിട്ടാണ് തന്റെ ഉള്ളിലും അവളുടെ അടുത്തുള്ള ഒരു പേടിയൊക്കെ ജനിച്ചതെന്നും അവൻ ഓർക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവളുടെ ഫേസ് ഒക്കെ മാറുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അവനും അറിയാതെ തന്നെ ചിരിച്ചു പോകുന്നു. ഹ്യുനു ഇനി ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഇതിനു മുമ്പ് നടന്ന മറ്റൊരു സംഭവമൊക്കെ കാണിക്കുന്നത്. ഹെയ്ൻ എസ്കലേറ്റർ വഴിയൊക്കെയാണ് കയറുന്നതെങ്കിൽ പോലും അവളും ആ ഒരു സ്റ്റെപ്പിലൂടെയൊക്കെ നടക്കുന്നു. അത് കാണുമ്പോഴത്തേക്കും അവൾക്ക് ഇത്രയ്ക്ക് ക്ഷമയില്ലാതായി പോയല്ലോ എന്നൊക്കെ ഹിൻവുവും ഓർക്കുകയാണ്. പക്ഷെ അവൾ അപ്പോൾ തന്നെ ഒന്ന് സ്ലിപ്പായി വീഴുവാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക എന്ന് അവനും വിളിച്ചു പോകുന്നു. പക്ഷെ അത് ഒരുപാട് ആളുകൾ കേട്ടു എന്ന് മനസ്സിലാക്കുന്ന അവനും അവിടെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതൊരു ചെരുപ്പുകടയുടെ മുമ്പിലായിരുന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുമ്പോഴത്തേക്കും അവനും കൺമുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഷൂ ഒക്കെ അവൾക്ക് വേണ്ടി മേടിക്കുന്നു. അങ്ങനെ ആയിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ ഷൂ ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് ഫ്രണ്ടിന്റെ അടുത്തും ഹിനു പറയുന്നു. അവൾ ഇതുവരെയായിട്ടും വിൽപത്രം മാറ്റി എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ വല്ലയിടത്തും കാല് തെറ്റി വീണ് മരിക്കേണ്ടെന്നായിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹിനുവും അറിയിക്കുന്നുണ്ട്. ആ ഒരു ഷൂവിന് 50% കിഴിവൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹെയ്ന്റെ അടുത്ത് ഹിനുവും ഷൂവുമായിട്ട് എത്തുന്നത്. ഒരുപാട് വില കൂടിയതും ഇരട്ടി വിലയ്ക്ക് മേടിച്ചതുമായിട്ടുള്ള ഒരുപാട് ഷൂസ് ഒക്കെ എന്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് പകുതി വിലയ്ക്ക് മേടിച്ച ഈ ഒരു ഷൂസ് ഒക്കെ ഇടുന്നതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ഷൂസിന് ഭംഗി മാത്രമേ ഉള്ളൂ, അതിട്ടാൽ ഒട്ടും തന്നെ കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കുകയില്ല. എല്ലാത്തിനും ഒരുപാട് ഹീൽസ് ഉണ്ട്, അത് കട്ടി കുറഞ്ഞതുമാണ്. നീ അതൊക്കെ ഇട്ട് വീണാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനും ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും അതൊക്കെ അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. ഫ്രണ്ട് ആകട്ടെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ആ ഷൂസ് ഇഷ്ടപ്പെട്ടില്ല എന്നും വിചാരിക്കുന്നു. അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിൽ പോലും അതേ ഷൂസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു അന്ന് മുഴുവൻ അവൾ നടന്നിട്ടുണ്ടായിരുന്നതെന്നും കൂടി ഹിൻവോ അറിയിക്കുന്നു. ഹെയ്നും മുൻസിങ്ങും കൂടി സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഹിൻവോന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാണാറുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉൺസിംഗ് ഇപ്പോൾ എല്ലാ ദിവസവും ഹെയ്നെ കാണുവാനായിട്ടൊക്കെ എത്തുന്നുണ്ട്. ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കും, ഒന്നിച്ച് നടക്കുവാനൊക്കെ പോകും. എന്തിനേറെ പറയുന്നു, കോഫി കുടിക്കുവാൻ പോലും അവളുടെ കൂടെ അവൻ ഇരിക്കുകയുള്ളൂ എന്ന കാര്യമൊക്കെ അയാളും ഹിനുവിനെ അറിയിക്കുന്നു. അവരൊക്കെ ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും വർക്കിനെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുക, അതല്ലാതെ മറ്റൊന്നും തന്നെ അതിന് പിന്നിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹിനുവും സ്വയം സമാധാനിക്കുന്നു. ഉൺസിംഗും ഹെയ്ന്റെ മുടിയിലൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും ഹെയ്ന് ഫ്രണ്ട് ആണെങ്കിൽ പോലും അവളുടെ മുടിയിൽ ആരും തന്നെ പിടിക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നൊക്കെ ഹ്യുൻവുവും അറിയിക്കുകയാണ്. പക്ഷേ ഹെയ്നും ദേഷ്യപ്പെടുകയായിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, മറിച്ച് അവനെ നോക്കി ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹ്യുൻവുനും ഒരു കുശുമ്പൊക്കെ തോന്നുന്നുമുണ്ട്. പക്ഷെ അവൻ അതൊന്നും തന്നെ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. എനിക്ക് ഹെയ്നെ ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഹെയ്ന് മറ്റാരെങ്കിലും ഇഷ്ടപ്പെട്ടാലോ അതിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെയാണ് ഹിനുവ് പറയുന്നതെങ്കിൽ പോലും അവനാകട്ടെ മീറ്റിന് പകരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ലീവ്സ് ഒക്കെയാണ് ഇപ്പോൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹെർമാനെ കാണുവാനായിട്ട് പോകുകയല്ലേ, അപ്പോൾ നിനക്ക് മറ്റൊരു ചെരുപ്പൊക്കെ ഇട്ടുകൂടെ എന്ന് സിംഗ് ഹെയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളാകട്ടെ ഇതെന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി മേടിച്ചു തന്നതാണ്, എന്റെ കയ്യിലുള്ള ഷൂസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ വീണു പോകുമോ എന്നൊരു സംശയമൊക്കെ തോന്നിയത് കൊണ്ടാണ് അവനും വളരെ കാര്യമായിട്ട് തന്നെ എനിക്കിത് മേടിച്ചു തന്നത്. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഹെർസൈനയുടെ ഡ്രസ്സൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഷൂസ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. എന്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളും ഇരിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഊൺസിങ്ങിനും വല്ലാത്ത അസൂയൊക്കെ തോന്നുന്നു.
ഹെർമാനെ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഉൻസിങ് ഒരു കാര്യമൊക്കെ ഹെയിന്റെ അടുത്ത് പറയുകയാണ്. ഹെർമാൻ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ അതെല്ലാം തന്നെ കേട്ട് നിന്നോണം. അതിനുശേഷം നീ ഒരേ ഒരു കാര്യം മാത്രം തിരിച്ചു പറയണമെന്നായിരുന്നു അവനും പറഞ്ഞത്. ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹെർമാനും പറയുവാനായിട്ടുണ്ടായിരുന്നത്. ഇത്രയും കണ്ടീഷൻസിൽ നിന്നും ഒരു കാര്യം പോലും പുറകോട്ട് പോകുകയില്ല. ഇത്രയും ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ സ്റ്റോറിയിലേക്ക് ഞാൻ ഹെർസാനയുടെ ബ്രാൻഡൊക്കെ കൊണ്ടുവരാമെന്ന് ഹെർമാൻ പറയുമ്പോഴത്തേക്കും സെറ ലൂപ്പസിന്റെ കാര്യമൊക്കെ ആയിരുന്നു ഓൺസിങ്ങും ഹെയിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആണ്. മാത്രമല്ല ഹെയിന്റെ സ്റ്റോറിൽ അവരുടെയും ഒരു ബ്രാൻഡൊക്കെ കൊണ്ടുവരാനായിട്ട് ഹെയിൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹെയർമാന്റെ വൈഫ് അറിയാതെ ഹെയർമാൻ ആ ഒരു സ്ത്രീയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യമൊക്കെ വൈഫ് അറിയുകയാണെങ്കിൽ ആകെ പ്രശ്നമായിരിക്കുന്നതാണ്. വൈഫും ഒരു അഡ്വക്കേറ്റ് ഒക്കെയാണ്. മാത്രമല്ല വൈഫ് ഇത് അറിയുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഹെയർമാന് തന്റെ കുഞ്ഞിനെ കാണുവാൻ പോലും അവസരം കിട്ടുകയില്ല എന്ന കാര്യം ഉൻസിങ്ങും ഹെയ്നെ അറിയിക്കുന്നു. ഹർസാനയുടെ ബ്രാൻഡിന് മുകളിലായിട്ടാണ് അവളും സ്റ്റോറൊക്കെ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ വൈഫിനെ അറിയിക്കട്ടെ എന്നൊക്കെ ഹെയ്നും ചോദിക്കുകയാണ്. അതായത് അയാൾ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും തന്നെ പാലിക്കുവാനായിട്ട് ഹെയ്ന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അയാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാനും സാറാ ലൂപ്പാസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നിന്നെ ആയിരുന്നല്ലോ ഹെർമാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കുമാണ് ആ ഒരു പെണ്ണിനെ കുറിച്ചുള്ള കാര്യം ഹെർമാനും ഉൺസിങ്ങിനും മാത്രമേ അറിയിക്കുകയുള്ളൂ എന്ന സത്യം ഉൺസിങ്ങും അറിയിക്കുന്നത്. അപ്പോൾ പ്രശ്നമാക്കുകയില്ലേ എന്നൊക്കെ ഹെൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഹെർമാന്റെ അടുത്ത് പിടിച്ചു നിൽക്കുവാൻ ഒരുപാട് രഹസ്യങ്ങളൊക്കെ തന്റെ കയ്യിൽ ഇനിയും ഉണ്ടെന്നായിരുന്നു ഉൺസിങ് പറയുന്നത്. ഏന പറഞ്ഞത് സത്യമാണ്. പണ്ടത്തെ ഉൺസിങ് അല്ല ഇത്. അപ്പോൾ നിനക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഹെയ്നും അവനോട് ചോദിക്കുന്നു. എന്തായാലും ഈ ഒരു സഹായത്തിനുള്ള പ്രതിഫലമൊക്കെ താൻ നൽകുന്നതായിരിക്കുമെന്ന് കൂടി ഹെയ്ൻ അവന് വാക്ക് നൽകുന്നു. കടയിൽ പീനട്ട് കേക്കൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഹെയ്ന് വേണ്ടി ഹിനു അതൊക്കെ മേടിക്കുകയാണ്. അത് കാണുന്ന ഫ്രണ്ടും നീ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ വിളിച്ചു പോകുന്നു. അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഹെയ്ന്റെ മെസ്സേജസ് ഒക്കെ അവനും വരുന്നത്. നിനക്ക് സന്തോഷമുള്ള ഒരു വാർത്തയൊക്കെ ഞാൻ പറയുവാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വീട്ടിലേക്ക് എത്തുവാനായിട്ടായിരുന്നു അവളുടെ മെസ്സേജ്. ഞാൻ എന്റെ എല്ലാ സ്വത്തുക്കളും ഹിനുവിന്റെ പേരിലേക്ക് മാറ്റി എഴുതുകയാണെന്നുള്ള ഒരു വിൽപത്രമൊക്കെ കാണിക്കുവാനായിട്ടായിരിക്കും നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതെന്നായിരുന്നു ഫ്രണ്ടും അവനോട് പറയുന്നത്. അവനും അങ്ങനെ ആയിരിക്കണമെന്നൊക്കെ മനസ്സുകൊണ്ടും ആഗ്രഹിക്കുന്നു. വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് പീനട്ടൊക്കെ അവൻ നൽകുകയാണ്. പിന്നീട് അവൾ നൽകിയ പേപ്പറൊക്കെ അവൻ തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആയിരുന്നു അവൾക്ക് ഈ ഒരു മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കാകട്ടെ 51% അവളുടെ അസുഖം മാറ്റുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും കൂടി അതിൽ എഴുതിയിട്ടുമുണ്ടായിരുന്നു. നീയും ദൈവവും എന്റെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഈ ഒരു രോഗത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കേണ്ടതായിട്ട് വരികയില്ല എന്ന് പറഞ്ഞ് അവളും ഒരുപാട് സന്തോഷിക്കുന്നു. അവൻ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ സന്തോഷമായിരുന്നില്ല, മറിച്ച് സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്ക് അസുഖമൊക്കെ മാറുകയാണെങ്കിൽ പിന്നീട് എന്തായിരിക്കും നടക്കുക എന്നൊക്കെ അവനും ആലോചിച്ചു നോക്കുന്നു. എല്ലാ ദിവസവുമുള്ള ടീം ഡിന്നർ, അവളുടെ സ്ഥിരമായിട്ടുള്ള വഴക്കും, അവളുടെ ഫാമിലിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും, എപ്പോഴും അവനെ ഫോളോ ചെയ്ത് രണ്ടാളുകൾ നടക്കുന്നതും, ഉറങ്ങുവാൻ സാധിക്കാത്ത അവനാകട്ടെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുവാനായിട്ട് കിടക്കുന്നതും, എല്ലാ ദിവസവും കാറിൽ ഇരുന്നു കൊണ്ട് കാറ് കഴുകുന്ന സമയത്ത് കരയുന്നതും എല്ലാം തന്നെ അവൻ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് അവൻ ആലോചിക്കാനേ സാധിക്കുകയില്ല. അവളുടെ അസുഖമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഡിവോഴ്സ് പേപ്പർ ഒക്കെ നൽകാമെന്നായിരുന്നു പിന്നീട് അവൻ ചിന്തിക്കുന്നത്. അപ്പോഴാകട്ടെ എന്റെ അസുഖമൊക്കെ മാറിയത് കൊണ്ട് തന്നെ നീ എന്നെ ചതിക്കുവാനായിട്ട് ശ്രമിക്കുകയാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നതും അവനും നിന്റെ ലൈഫ് നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ, അതുപോലെ തന്നെ എന്റെ ലൈഫ് ഞാനും തിരികെ ചോദിക്കുകയാണെന്ന് അവളോട് പറയുന്നതിനെ കുറിച്ചും ഓർക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവളും തന്നെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കുമെന്ന് ഓർക്കുന്ന അവനും ഇതിനേക്കാളും വലുതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ചെയ്യുവാനായിട്ടുള്ള ധൈര്യമൊന്നും അവനുണ്ടായിരുന്നില്ല. മുത്തശ്ശനും ഗേൾഫ്രണ്ടും കൂടി ഗെയിംസ് ഒക്കെ കളിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ അടുത്തേക്ക് ആന്റി കൂടി എത്തുന്നു. ആന്റി ആകട്ടെ മുത്തശ്ശന് കുടിക്കുവാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്നു മുതലാണ് നീ ഇങ്ങനെ എന്നെ സ്നേഹിക്കുവാനൊക്കെ തുടങ്ങിയത് മുത്തശ്ശനും ചോദിക്കുന്നു. ചില സാധനങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പഴയ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് ആന്റിയും പറയുകയാണ്. എന്നോട് അച്ഛൻ എന്തോരം സ്നേഹം ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അച്ഛൻ മറന്നുപോയോ? അച്ഛൻ എപ്പോൾ ബിസിനസ് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നെങ്കിലും തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നീ ഒരിക്കലും വിവാഹമൊന്നും കഴിക്കണ്ട, എപ്പോഴും എന്റെ കൂടെ നിന്നാൽ മതിയെന്നായിരുന്നല്ലോ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനാകട്ടെ ഇപ്പോഴും അച്ഛന്റെ കൂടെ തന്നെയാണ് ഉള്ളതെന്നൊക്കെ അവളും പറയുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ തർക്കിക്കുമ്പോഴത്തേക്കും ഞാൻ ആരെ വിവാഹം കഴിച്ചാലും 3 വർഷത്തിനുള്ളിലായിട്ട് തന്നെ അച്ഛന്റെ അടുത്തേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ടാണ്. നാളെ കഴിഞ്ഞ് എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമൊക്കെ അച്ഛൻ അറിയാമല്ലോ. എനിക്ക് അച്ഛന്റെ ഒപ്പം ഒരു ഡേറ്റിനൊക്കെ പോകണം. നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കണം ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സോപ്പിട്ടുകൊണ്ട് അവൾ നിൽക്കുന്നു.
അച്ഛനും വേറെ നിവൃത്തിയില്ലാതെ അതിനൊക്കെ സമ്മതിക്കുകയാണ്. വീക്കെൻഡ് ആയിട്ട് പോലും ഉൻസെങ് ഹേനെ കാണുവാനായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഹിനുവും സംസാരിക്കുന്നു. ഹെർസനയുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഇരിക്കുമ്പോഴത്തേക്കും ഹ്യുൻവുവും ഞാനും നിങ്ങളുടെ കൂടെ കൂടാം, ലീഗൽ ടീമിന്റെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു കൂട്ടത്തിൽ വന്നിരിക്കുകയാണ്. ആദ്യം സിഇഒകൾ തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ, അതിനുശേഷം നിന്നെയും വിളിപ്പിക്കാമെന്ന് ഉൺസിങ്ങും ഹിൻവുവിന്റെ അടുത്ത് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഹെയ്നും കോഫി വേണോ എന്നൊക്കെ ഉൺസിങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഹിൻവുവിനോടായിരിക്കും ചോദിച്ചതെന്നൊക്കെയാണ് അവന് വിചാരിക്കുന്നതെങ്കിലും അവനും വേണമെന്നൊക്കെ മറുപടി പറയുന്നു. പക്ഷേ നീ അതിന് രാവിലെ കോഫിയൊന്നും കുടിക്കാറില്ലല്ലോ എന്ന് ഹെയ്നും ചോദിക്കുകയാണ്. പിന്നീട് ഉൺസിങ്ങിന് വേണ്ടി അവൾ കോഫിക്ക് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും എന്റെ കാര്യത്തിൽ എന്റെ വൈഫിന് ഒരുപാട് ശ്രദ്ധയാണുള്ളത്. വെറും വയറ്റിൽ കോഫിയൊക്കെ കുടിക്കുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് മോശമാണെന്നൊക്കെ അവൾ എപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ രാവിലെ കോഫി കുടിക്കുവാനായിട്ട് അവൾ ഒരിക്കലും സമ്മതിക്കാറില്ല. ഹിൻമോ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ അവൾ ആരുടെ ഹെൽപ്പൊന്നും ചോദിക്കാറില്ലല്ലോ. പക്ഷെ എന്നെ ഏത് നിമിഷവും കോൾ ചെയ്തിട്ട് ഏത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കുന്നതായിരിക്കും. എന്ത് ചെയ്യാനാ, ഞാൻ മാത്രമല്ലേ അവളെ സഹായിക്കാനായിട്ടുള്ളൂ എന്നൊക്കെ ഉൻസിങ്ങും തിരിച്ച് അവനോട് പറയുന്നു. എനിക്കും കുറയിൽ മറ്റൊരു കാര്യങ്ങളും ചെയ്യുവാനില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അവളുടെ കൂടെ നടക്കേണ്ടതായിട്ടുമുണ്ടെന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും ഹിനുവിനും അത് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.